അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധം. അതിൽ 12-ാമത്തെ അധ്യായത്തിൽ 41-ാമത്തെ ശ്ലോകം മുതൽ പാരായണം ചെയ്ത് സമർപ്പിക്കുകയാണ്. ഇളോവാച ദിവ്യം ച തേ ഭഗവതി പ്രഥിതം സ്വരൂപം ദൃഷ്ടം മയാ സകലലോകഹിതാനുരൂപം വന്ദേ ത്വദംഘ്രികമലം സുരസംഘസേവ്യം കാമപ്രദം ജനനി ചാപി വിമുക്തിദം ച. കോ വേത്തി തേം ബഭുവി മർത്യതനുർനികാമം മുഹ്യന്തി യത്ര മുനയശ്ച സുരാശ്ച സർവേ ഐശ്വര്യമേതദഖിലം കൃപണേ ദയാം ച. ദൃഷ്ട്വൈവ ദേവി സകലം കില വിസ്മയോ മേ. ശംഭുർഹരി കമലജോ മഖവാ രവിശ്ച വിത്തേശവഹ്നി വരുണാ പവനശ്ച സോമ ജാനന്തിനൈവ വസവോപി ഹിതേ പ്രഭാവം ബുദ്ധ്യേത് കഥം തവ ഗുണാനഗുണോ മനുഷ്യ. ജാനാതി വിഷ്ണുരമിതദ്യുതിരംബ സാക്ഷാൽ ത്വാം സാത്വികീമുദധിജാം സകലാർത്ഥദാം ച. കോ രാജസിംഹര ഉമാ കില താമസീം ത്വാം വേദാംബികേ നതു പുനഃ ഖലു നിർഗുണാം ത്വാം. ക്വാഹം സുമന്ദമതിരപ്രതിമപ്രഭാവ ക്വായം തവാതി നിപുണോ മയി സുപ്രസാദ. ജാനേ ഭവാനി ചരിതം കരുണാസമേതം യൽസേവകാംശ്ച ദയസേ ത്വയി ഭാവയുക്താൻ. വൃത്തസ്ത്വയാ ഹരിരസൗ വനജേഷയാപി നൈവാചരത്യപി മുദം മധുസൂദനശ്ച. പാദൗ തവാദിപുരുഷ കില പാവകേന കൃത്വാ കരോതി ച കരേണ ശുഭൗ പവിത്രൗ. വാഞ്ഛത്യഹോ ഹരിരശോക ഇവാതി കാമം പാദാഹതിം പ്രമുദിത
പുരുഷപുരാണ തം ത്വം കരോഷി രുഷിതാ പ്രണതം ച പാദേ ദൃഷ്ട്വാ പതിം സകലദേവനുതം സ്മരാർത്ഥം വക്ഷസ്ഥലേ വസസി ദേവി സദൈവ തസ്യ പര്യങ്കവത്സുചരിതേ വിപുലേതി ശാന്തേ സൗദാമിനീവ സുഖനേ സുവിഭൂഷിതേ ച കിം തേന വാഹനമസൗ ജഗദീശ്വരോപി ത്വം ചേജ്ജഹാസി മധുസൂദനമംബകോപാൽ നൈവാർച്ചിതോപി സ ഭവേത് കില ശക്തിഹീന പ്രത്യക്ഷമേവ പുരുഷം സ്വജനാസ്ത്യജന്തി ശാന്തം ശ്രിയോജ്ജിതമതീവ ഗുണൈർവിയുക്തം ബ്രഹ്മാദയസുരഗണാ നതു കിം യുവത്യോ യേ ത്വൽപദാംബുജമഹർനിശമാശ്രയന്തി മന്യേ ത്വയൈവ വിഹിതാ ഖലു തേ പുമാംസ കിം വർണ്ണയാമി തവ ശക്തിമനന്തവീര്യെ ത്വം നാപുമാന്ന ച പുമാനിതി മേ വികൽപ്പോ യാ കാസി ദേവി സഗുണാ നനു നിർഗുണാവ താം ത്വാ നമാമി സതതം കില ഭാവയുക്തോ വാഞ്ഛാമി ഭക്തിമചലാം ത്വയി മാതരം തു സൂത ഉവാച ഇതി സ്തുത്വാ മഹീപാലോ ജഗാമ ശരണം തദാ പരിതുഷ്ടാ ദദൗ ദേവി തത്ര സായൂജ്യമാത്മനി സുദ്യുമ്നസ്തു തതപ്രാപ പദം പരമകം സ്ഥിരം തസ്യാ ദേവ്യാ പ്രസാദേന മുനീനാമപി ദുർലഭം. ശ്രീജഗദംബികായൈ നമഃ. ഇതി ശ്രീമദ്ദേവി ഭാഗവതേ പ്രഥമസ്കന്ധേ ദ്വാദശോऽധ്യായ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ്ദേവി ഭാഗവതം പ്രഥമസ്കന്ധം 12-ാമത്തെ അധ്യായത്തിൽ 41-ാമത്തെ ശ്ലോകം മുതൽ 53 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇപ്പോൾ വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ നതോന്നതാവൃത്തത്തിൽ ഭാഷാഗാനമായി മലയാള തർജ്ജമയായി പാടി സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ലോകമാകെ പ്രസിദ്ധം താൻ തവ രൂപം ഭജിപ്പോർക്കു അനുരൂപം അതു ഞാനും ദർശിച്ചുവല്ലോ. കാമപ്രദം മുക്തിപ്രദം സുരഗണസേവ്യം തവ പാദപത്മം മടിയനും നമിച്ചിടുന്നു. അമ്മേ തവ രൂപജ്ഞാനം ഭൂമിയിൽ മനുഷ്യർക്കില്ല, അതിൽ മോഹിച്ചിടുന്നല്ലോ ഋഷിദേവന്മാർ. അഖിലവും അഖിലമാം ഐശ്വര്യവും ദുഷ്ടനോടു കാട്ടും ദയ, അവയെല്ലാം എനിക്കെന്നും വിസ്മയം തന്നെ. ഹരിഹരൻ ബ്രഹ്മദേവൻ, ദേവേന്ദ്രൻ ആദിത്യൻ അഗ്നി, കുബേരൻ വരുണൻ സോമൻ, അഷ്ടവസുക്കൾ പവനനും ദേവി നിന്റെ പ്രഭാവത്തെ അറിയില്ല, പിന്നെ മനുജജാതിക്കു അറിയാനാമോ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്ര ഭഗവതി, അമ്മേ ശരണം. അതിതേജസ്വിയാം വിഷ്ണു
സാത്വികമാം ലക്ഷ്മിയെയും ബ്രഹ്മദേവൻ രാജസാംശവും കൈലാസപതി മഹാദേവൻ തമസ്സാകും ഉമയെയുമറിയുന്നു അവ നിർഗുണഭാവം അറിയുന്നില്ലിവർ തവ നിർഗുണഭാവം അറിയുന്നില്ലിവർ മന്ദബുദ്ധിയാകും ഞാനെവിടെ ദേവി അവിടുത്തെ മഹത്വമേറും പ്രസാദം എവിടെ ദേവി ഭക്തന്മാരിൽ ദയയുള്ള അവിടുത്തെ സച്ചരിത്രം ഭാഗ്യവശാലെനിക്കുന്നു അറിയാനായി ലക്ഷ്മിയായ അവിടുന്നു വിഷ്ണുവിനെ വരിച്ചിട്ടും ലക്ഷ്മിപതിയൊട്ടും തന്നെ സന്തോഷിച്ചില്ല ആദിപുരുഷനാം ദേവൻ പാദങ്ങൾ പവിത്രമാകാൻ ആദിശക്തി നിന്നെ കൊണ്ടു തലോടിക്കുന്നു അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം പുരാണ പുരുഷൻ ഹരി അശോകം പോലവിടുത്തെ പാദസ്പർശം മോഹിക്കുന്നു കോപിച്ചിടുമ്പോൾ സർവരും വണങ്ങിടുമാ ഹരി തന്റെ പാവങ്ങളാൽ സർവരും വണങ്ങിടുമാ ഹരി തവ പാദങ്ങളിൽ വന്ദിക്കുന്നവർക്കും സർവം സാധിപ്പിക്കുന്നു കാർമേഘത്തിൽ മിന്നൽ പോലെ ദേവി സദാ കാർവർണ്ണന്റെ വിശാലമാം ശാന്തമായ മാറിലിരിപ്പൂ സർവഭൂഷണങ്ങളും ചേർന്ന മാറിടം ദേവിക്കു കട്ടിൽ സർവഭൂഷണങ്ങൾ ചേർന്ന മാറിടം ദേവിക്കു കട്ടിൽ സർവേശ്വരൻ അതിനാലേ തവ വാഹനം അമ്മേ ദേവി ഹരിയോടു കോപിച്ചാലും ശ്രീഹരിയെ പൂജിക്കാതെ ഇരുന്നാലും ഹരിയശക്തൻ ഐശ്വര്യമില്ലാത്തവനാം ശാന്തനായ നിർഗുണനെ ബന്ധുക്കളും ഉപേക്ഷിക്കും സംശയം വേണ്ട അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം തവ പാദ പത്മത്തിനെ ആശ്രയിക്കും ബ്രഹ്മാദികൾ യുവതികളല്ലേ ദേവി അവിടുന്നു താൻ അവർക്കെല്ലാം പുരുഷത്വം നൽകിയതും ദേവി തന്നെ തവ ശക്തി ഞാൻ എങ്ങനെ വർണ്ണിക്കും ദേവി അവിടുന്നു സ്ത്രീയുമല്ല പുരുഷനുമല്ല പിന്നെ സഗുണയോ നിർഗുണയോ ആരാണു ദേവി തവ പാദേ ഭക്തിപൂർവം നമസ്കരിക്കുന്നു ഞാനും അചഞ്ചല ഭക്തിക്കായി പ്രാർത്ഥിച്ചിടുന്നു ഇങ്ങനെ സ്തുതിച്ചു രാജൻ ദേവിയെ ശരണം നേടി സന്തുഷ്ടയായി ആത്മസായുജ്യത്തെ നൽകിനാൻ സുദ്യുമ്നനോ ദേവിയുടെ പ്രസാദത്താൽ മുനികൾക്കും സുദ്യുമ്നനോ ദേവിയുടെ പ്രസാദത്താൽ മുനികൾക്കും അപ്രാപ്യമാം പരമമാം സ്ഥാനം ലഭിച്ചു അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം ദേവി ശരണം ലക്ഷ്മി ശരണം ഭദ്രേ ശരണം വാണി ശരണം കാളി ശരണം
ഭദ്രകാളീ ശരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ, ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ദേവി നിന്നുടലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുക എൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു ലോകാംബികേ. അമ്മയെ അറിയാനെന്ന അക്ഷരപൂജയായി ശ്രീമദ് ദേവി ഭാഗവതം നമ്മളിതാ ജ്ഞാനയജ്ഞമായി അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് പാരായണവും ഭാഷാഗാനവും കഴിഞ്ഞ് പ്രഥമസ്കന്ധത്തിലെ 12-ാമത്തെ അധ്യായത്തിൽ 41-ാമത്തെ ശ്ലോകം മുതൽ 53-ാമത്തെ ശ്ലോകം വരെയുള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കുന്നത്. സാക്ഷാൽ ഭഗവതിയെ ഇള അല്ലെങ്കിൽ സുദ്യുമ്നൻ സ്തുതിക്കുന്നതായിട്ടുള്ളതാണ് ഇതിലെ പ്രധാന ഭാഗം. വളരെ വിശേഷമായിട്ടുള്ള സ്തുതിയാണ് ഇത്. അതിനെക്കുറിച്ച് നമുക്ക് വിചാരം ചെയ്യാം. ദിവ്യം ച തേ ഭഗവതി പ്രഥിതം സ്വരൂപം ദൃഷ്ടം മയാ സകലലോകഹിതാനുരൂപം. വന്ദേ ത്വദംഘ്രികമലം സുരസംഘസേവ്യം കാമപ്രദം ജനനി ചാപി വിമുക്തിദം ച. ഹേ ഭഗവതി, ഈ ലോകം മുഴുവൻ പ്രസിദ്ധമാണ് അവിടുത്തെ ദിവ്യമായ സ്വരൂപം. ദൃഷ്ടമയ, അതിനെ എനിക്ക് കാണാൻ സാധിച്ചു. നോക്കൂ, അവിടെ ഭജിക്കുന്ന സകലരുടെയും ഹിതത്തിന് അനുരൂപമായിട്ടുള്ളതാണ്. സകലലോകഹിതാനുരൂപം ദൃഷ്ടമയ, ഞാൻ കണ്ടു, അതിനെ എനിക്ക് ദർശിക്കാൻ സാധിച്ചു. അമ്മേ, ദേവഗണങ്ങൾ എല്ലാം ആശ്രയിക്കുന്ന സുരസംഘസേവ്യം ത്വദംഘ്രി കമലം, ആ ദേവജനങ്ങൾ മുഴുവൻ ആശ്രയിക്കുന്ന അവിടുത്തെ ആ പാദാരവിന്ദങ്ങളെ ഞാനിതാ വന്ദിക്കുന്നു. അവിടുന്ന് എങ്ങനെയുള്ളവളാണ്? ജനനി, അമ്മേ, കാമപ്രദം ചാപി വിമുക്തിദം ച. കാമങ്ങളെ, ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ആളാണ്, അഭീഷ്ടങ്ങളെ സാധിപ്പിക്കുന്ന ആളാണ്. അതേപോലെ മുക്തിയെ നൽകുന്നവളുമാണ്. അങ്ങനെയുള്ള അമ്മയെ ഞാനിതാ നമസ്കരിക്കുന്നു. കോവേത്തി തേംബ ഭുവി മർത്യതനുർനികാമം മുഹ്യന്തി യത്ര മുനയശ്ച സുരാശ്ച സർവേ. അമ്മേ, അവിടുത്തെ രൂപത്തെക്കുറിച്ച് ഭൂമിയിൽ മർത്യതനുർനികാമം, മനുഷ്യനായി ജനിച്ച ആർക്ക് അറിയാൻ സാധിക്കും? മുഹ്യന്തി യത്ര മുനയശ്ച സുരാശ്ച സർവേ. സർവേ മുനയശ്ച സുരാശ്ച, എല്ലാ മുനികളും ദേവന്മാരുമൊക്കെ അങ്ങയുടെ അമ്മയുടെ മായയിൽ മോഹിതരായിട്ട് തീർന്നു, മുഗ്ധരായിട്ട് തീർന്നു. ഇപ്പം സകല ഐശ്വര്യവും, ഐശ്വര്യമേതദഖിലം കൃപണേ ദയാം ച. ഐശ്വര്യവും അതേപോലെ തന്നെ കൃപണന്മാരിൽ, ദുഷ്ടന്മാരിൽ അമ്മ കാണിക്കുന്ന ദയയും കണ്ടിട്ട്, ദൃഷ്ടൈവ ദേവി, ഞാൻ കണ്ടിട്ട്, സകലം കില വിസ്മയോമേ, ഇതൊക്കെ തന്നെ എനിക്ക് വലിയ അത്ഭുതമായിട്ട് തീരുന്നു, വലിയ വിസ്മയമായിട്ട് തീരുന്നു ഭഗവതി. അങ്ങനെ അമ്മയോട് പറയുകയാണ്, സത്യത്തിൽ ശംഭുർ ഹരി കമലജോ മഖഭാ രവിശ്ച വിത്തേശ വന്ഹി വരുണ പവനശ്ച സോമ. ആരൊക്കെയാ? ശംഭു മഹാദേവൻ, ഹരി സാക്ഷാൽ വിഷ്ണു, അതേപോലെ ബ്രഹ്മാവ് കമലജൻ, മഖവ ദേവേന്ദ്രൻ, രവി, രവി പറഞ്ഞാൽ ആദിത്യൻ സൂര്യൻ, വിത്തേശൻ കുബേരൻ, വന്ഹി അഗ്നി, വരുണൻ ജലദേവതയായിരിക്കുന്ന വരുണൻ, പവനൻ, അതേപോലെ സോമൻ.
ഇവര് ജാനന്തി നൈവ വസവോപി ഹി തേ പ്രഭാവം, ഇവരാരും തന്നെ അവിടുത്തെ പ്രഭാവത്തെ വേണ്ട പോലെ അറിയുന്നവരല്ല. പിന്നെ ബുദ്ധിയേൽ കഥം തവ ഗുണാനഗുണോ മനുഷ്യ, അപ്പോൾ ഗുണഹീനനായ ആ ഒരു മനുഷ്യൻ, അഗുണഹ മനുഷ്യ തവ ഗുണ, അവിടുത്തെ ഗുണഗണങ്ങളെ എങ്ങനെ അറിയും ഭഗവതി? ജാനാതി വിഷ്ണുരമിതദ്യുതിരംബ സാക്ഷാൽ ത്വാം സാത്വികീമുദധിജാം സകലാർത്ഥദാം ച. അമ്മേ, അതിതേജസ്വിയാണ് വിഷ്ണു. പക്ഷേ സകല പുരുഷാർത്ഥങ്ങളെയും നൽകുന്ന അവിടുത്തെ സാത്വികാംശമായിരിക്കുന്ന ലക്ഷ്മി ദേവിയെ മാത്രമേ വിഷ്ണു അറിയണുള്ളൂ. ബ്രഹ്മാവോ കോ രാജസിം, ക എന്ന് പറഞ്ഞ ബ്രഹ്മാവ്. ബ്രഹ്മാവ് രാജസീ സ്വരൂപമായ ആ ചൈതന്യത്തെ അറിയണു. അതെന്താണ്? അത് സരസ്വതിയാണ്. പിന്നെയോ ഹര ഉമാ, ഹരൻ ഉമയെ. ഉമ എങ്ങനെയാണ്? ആ താമസാംശമുള്ള ഉമയാണ്. ഉമ കില താമസിം ത്വാം വേദാംബികേ, ഹേ അംബികേ നതു പുനഃഖലു നിർഗുണാം ത്വാം. അപ്പോൾ അംബികയെ, നിർഗുണയായ അവിടുത്തെ ആരും തന്നെ അറിയുന്നില്ല വേണ്ട പോലെ പൂർണ്ണമായി. ക്വാഹം സുമന്ദമതിരപ്രതിമ പ്രഭാവ ക്വായം തവാതി നിപുണോ മൈ സുപ്രസാദ. മന്ദബുദ്ധിയാണ് ഞാൻ. അപ്പം ഞാൻ മന്ദബുദ്ധിയായ ഞാനിവിടെ അവിടുന്ന് എന്നിൽ ചൊരിയുന്ന ആ ഏറ്റവും സമർത്ഥമായ അതുല്യ പ്രഭാവയുക്തമായ പ്രസാദം എവിടെ? ജാനേ ഭവാനി ചരിതം കരുണാസമേതം. ഹേ ഭവാനി, ഭക്തന്മാരായിട്ടുള്ള ആളുകളിൽ യൽ സേവകാംശ്ച ദയസേ ത്വയി ഭാവയുക്തൻ, ഭക്തന്മാരായ സേവകന്മാരിൽ ദയാവായ്പുള്ള അവിടുത്തെ ആ കാരുണ്യം നിറഞ്ഞ കരുണാസമേതം ആ ചരിത്രം, അത് എനിക്ക് ഇന്ന് അറിയാൻ സാധിച്ചു. വൃത്തസ്ത്വയാ ഹരിരസൗ വനജേഷയാപി നൈവാചരത്യപി മുദം മധുസൂദനശ്ച. ലക്ഷ്മീദേവിയായ അവിടുന്ന് ആ വിഷ്ണുവിനെ അവിടുന്ന് വിവാഹം ചെയ്തു, അല്ലെങ്കിൽ ഭരിച്ചു. എന്നിട്ടും മധുസൂദനന്, സാക്ഷാൽ വിഷ്ണുവിന് വലിയ സന്തോഷം ഉണ്ടായില്ല എന്നാണ്. കാരണം എന്താണ് അതിന് കാരണം? താൻ ഈ ലക്ഷ്മീദേവിക്ക് അനുരൂപനല്ല, അതിനുള്ള യോഗ്യത എനിക്കില്ല എന്ന് വിഷ്ണുവിന് തോന്നി. അതുകൊണ്ടാവാം അത്രേ. അങ്ങനെ ആദിപുരുഷനായിരിക്കുന്ന സാക്ഷാൽ ആ ഭഗവാൻ തൻ്റെ പാദങ്ങൾ പവിത്രവും ശുദ്ധവുമായിരിക്കണം എന്ന് വിചാരിച്ചിട്ട് എന്തു ചെയ്യണു? അതിന് സമർത്ഥമായ അവിടുത്തെ കൈകൾ കൊണ്ട് തലോടിക്കണു. അപ്പം ലക്ഷ്മി ഭഗവതി തലോടുന്നത് കൊണ്ടാണ് ലക്ഷ്മീപതിയായ ഭഗവാന്റെ പാദങ്ങൾക്ക് ഇത്രയും പവിത്രത വന്നിരിക്കുന്നത് എന്നാണ് ഇവിടെ സുദ്യുമ്നൻ അല്ലെങ്കിൽ ഇള ഭഗവതിയോട് പറയുന്നത്. വാഞ്ചത്യഹോ ഹരിരശോക ഇവാദികാമം പാദാഹതിം പ്രമുദിത പുരുഷ പുരാണ തം ത്വം കരോഷി രുഷിതാ പ്രണതം ച പാദേ ദൃഷ്ട്വാപതിം സകലദേവനുതം സ്മരാർത്ഥം. സന്തുഷ്ടനായ പുരാണപുരുഷനായിരിക്കുന്ന ആ ഹരി അശോകത്തെ പോലെ അവിടുത്തെ കാൽച്ചവിട്ടേൽക്കാൻ വല്ലാതെ ആഗ്രഹിക്കണു. അവിടുന്ന് ദേഷ്യപ്പെടുമ്പോൾ സകല ദേവന്മാരും വണങ്ങുന്ന ആ സ്മരാർത്ഥനായിരിക്കുന്ന പതി സാക്ഷാൽ ഭഗവാൻ അവിടുത്തെ പാദങ്ങളിൽ നമസ്കരിക്കുന്നതായി കണ്ടിട്ട് ആ ആഗ്രഹം സാധിച്ചു കൊടുക്കണു. അവിടുത്തെ പാദത്തെ അനുഗ്രഹിച്ചാൽ ഭഗവാൻ വിഷ്ണുവും സന്തോഷിക്കും. വക്ഷസ്ഥലേ വസതി ദേവി സദൈവ തസ്യ പര്യങ്കവത്സുചരിതേ വിപുലേതി ശാന്തേ സൗദാമിനീവ സുഖനേ സുവിഭൂഷിതേ ച കിം തേ നവാഹനമസൗ ജഗദീശ്വരോപി. ഈ ജഗദീശ്വരൻ അമ്മേ അവിടുത്തെ വാഹനാണ്. കാരണം എന്താ? ആ കാർമേഘത്തിൽ മിന്നൽ എന്നതുപോലെ വക്ഷസ്ഥലേ വസസി, അവിടുന്ന് എല്ലായ്പ്പോഴും ആ സൗദാമിനി ആ മിന്നൽ പോലെ വിദ്യുൽ സൗദാമിനി, അവിടുന്ന് എല്ലായ്പ്പോഴും ആ ഭഗവാന്റെ ശുദ്ധമായ വിശാലമായ അതിശാന്തമായിരിക്കുന്ന ഭൂഷണങ്ങൾ കൊണ്ട്
അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന ആ മാറിടത്തിൽ സുഖനേ സുവിഭൂഷിതേച്ച, ആ മാറിടത്തെ ഒരു കട്ടിലുപോലെ അവിടുന്ന് സ്വീകരിക്കുന്നു. അതുകൊണ്ട് ആ ജഗദീശ്വരൻ പോലും അമ്മേ അവിടുത്തെ വാഹനമാണ്. ഇപ്പോൾ ഭഗവതിയുടെ വാഹനമാണ് വിഷ്ണു എന്ന ഒരു സങ്കല്പം കൂടി സുദ്യുമ്നൻ ഇവിടെ കാണിച്ചു തരികയാണ്. ത്വം ചേജ്ജഹാസി മധുസൂദനമംബ കോപാൽ നൈവാർച്ചിതോപി സ ഭവേത് കില ശക്തിഹീന പ്രത്യക്ഷമേവ പുരുഷം സ്വജനാസ്ത്യജന്തി ശാന്തം ശ്രിയോജ്ജിതമതീവ ഗുണൈർവിയുക്തം. അമ്മേ, അമ്പേ വിളിക്കുകയാണ്. അവിടുന്ന് കോപം കൊണ്ട് മധുസൂദനനെ ഉപേക്ഷിക്കുകയോ പൂജിക്കാതിരിക്കുകയോ ചെയ്താൽ എന്തുണ്ടാവും? അദ്ദേഹം അശക്തനായിട്ട് തീരും, ശക്തിയില്ലാത്തവനായിട്ട് തീരും. ശക്തി അവിടുന്നാണ്. ഐശ്വര്യദേവത ഉപേക്ഷിച്ച ആളെ, ശാന്തനായിട്ടുള്ളൊരാളെ, നിർഗുണനായിട്ടുള്ളൊരാളെ, മനുഷ്യനെ, അങ്ങനെയുള്ള ഒരാളെ ബന്ധുക്കൾ പോലും ഉപേക്ഷിക്കും എന്നുള്ളത് പ്രത്യക്ഷാനുഭവമാണ്. ഭഗവാൻ ആരാണ്? ശാന്തനാണ്, അല്ലേ? ശാന്താകാരം. അതേപോലെ തന്നെ നിർഗുണ പരബ്രഹ്മമാണ് ഭഗവാൻ. അപ്പൊ ഐശ്വര്യദേവതയാകുന്ന ലക്ഷ്മി ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ശക്തിയില്ലാത്തവനായിട്ട് തീരും വിഷ്ണു. ബ്രഹ്മാദയ സുരഗണ നതു കിം യുവത്യോ യേ ത്വൽപദാംബുജമഹർനിശമാശ്രയന്തി മന്യേ ത്വയൈവ വിഹിതാ ഖലു തേ പുമാംസ കിം വർണ്ണയാമി തവ ശക്തിമനന്ത വീര്യേ. അവിടുത്തെ പാദപത്മത്തെ രാപ്പകൽ ആശ്രയിക്കുന്ന, അനിശം ആശ്രയന്തി, ത്വൽപാദാംബുജം അഹർനിശം, അഹർനിശം ആശ്രയന്തി. അങ്ങനെയുള്ള ബ്രഹ്മാവ് തുടങ്ങിയ ദേവഗണങ്ങൾ, ബ്രഹ്മാദയ സുരഗണ നതു കിം യുവത്യോ, അവര് സത്യത്തിൽ സ്ത്രീകളാണ്, അല്ലെങ്കിൽ യുവതികളാണ്. അവർക്കെല്ലാം പുരുഷത്വം കൽപ്പിച്ചു നൽകിയത് അമ്മയാണ്, അവിടുന്നാണ് ഞാൻ വിചാരിക്കുന്നു. ഹേ അനന്തവീര്യേ, ഭഗവതിയെ വിളിക്കുകയാണ്. അവിടുത്തെ ശക്തിയെക്കുറിച്ച് കിം വർണ്ണയാമി, ഞാൻ എന്താണ് വർണ്ണിക്കുക, എനിക്കറിയില്ല ഭഗവതി എന്നാണ്. ത്വം നാ പുമാന്ന ച പുമാനിധി മേ വികൽപ്പോ യാ കാസി ദേവി സഗുണാ നനു നിർഗുണാവാ താം ത്വാ നമാമി സതതം കില ഭാവയുക്തോ വാഞ്ഛാമി ഭക്തിമചലാം ത്വയി മാതരം തൂ. ദേവി അവിടുന്ന് സ്ത്രീയല്ല, പുരുഷനല്ല. ഇതാണ് എൻ്റെ സംശയം. അവിടുന്ന് ആരാണ് സത്യത്തിൽ? അവിടുന്ന് സഗുണയാണോ നിർഗുണയാണോ? ഞാൻ എപ്പോഴും അവിടുത്തെ ഭക്തിയോടുകൂടി, ശ്രദ്ധയോടുകൂടി, ബഹുമാനത്തോടുകൂടി നമസ്കരിക്കുന്നു. അവിടുത്തെ പേരിൽ അചഞ്ചലമായ ഭക്തി ഉണ്ടാവണേ. വാഞ്ഛാമി ഭക്തിമചലാം ത്വയി മാതരം തൂ. അമ്മയായ അവിടുത്തെ പാദാരവിന്ദങ്ങളിൽ എനിക്ക് അചഞ്ചലമായ ഭക്തി ഉണ്ടാവണേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സൂതം പറയാണ്, ഇതി സ്തുത്വാ മഹീപാലോ ജഗാമ ശരണം തദാ. അങ്ങനെ സ്തുതിച്ചും കൊണ്ട് ആ രാജാവ് മഹീപാലൻ ദേവിയെ ശരണം പ്രാപിച്ചു. പരിതുഷ്ടാ ദദൗ ദേവി, ദേവിയോ സന്തോഷിച്ചിട്ട് തത്ര സായുജ്യമാത്മനി, അദ്ദേഹത്തിന് ആത്മസായുജ്യത്തെ നൽകി അനുഗ്രഹിച്ചു. സുദ്യുമ്നസ്തു തത പ്രാപ പദം പരമകം സ്ഥിരം. സുദ്യുമ്നൻ ഇങ്ങനെ ആ ദേവിയുടെ പ്രസാദം കൊണ്ട്, ദേവ്യാപ്രസാദേന മുനീനാമപി ദുർലഭം, മുനിമാർക്ക് പോലും ദുഷ്പ്രാപ്യമായിരിക്കുന്ന, ദുർലഭമായിരിക്കുന്ന പരമമായ സ്ഥിരമായ ആ പദത്തെ പ്രാപിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേവീഭാഗവതം 1-ാമത്തെ സ്കന്ധത്തിൽ 12-ാമത്തെ അധ്യായം ഇവിടെ സമർപ്പിക്കുന്നത്. നമുക്ക് നാളെ 13-ാമത്തെ അധ്യായത്തോടു കൂടി ആരംഭിക്കാം. പുരൂരവസിൻ്റെയും ഉർവശിയുടെയും കഥയാണ് ആ അധ്യായത്തിൽ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു.
അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച
ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ. തമസോ മാ ജ്യോതിർഗമയ. മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.